നമസ്കാരം. ശ്രീ പ്രകാശ് മൂർത്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ്, ആനിമേറ്ററാണ്, പെയിൻറ്ററാണ്, ഇല്ലസ്ട്രേറ്ററാണ്. അതിലുപരി അദ്ദേഹം ഈ ഇന്ത്യയിലുള്ള പല ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആനിമേഷൻ ഇൻഡസ്ട്രിയായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം വെച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇപ്പോൾ ഞാൻ വളരെ ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, അല്ലാണ്ട് ചോദിക്കാൻ. അപ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള ലെവൽ, ആനിമേഷൻ ടീച്ചർ എന്നുള്ള ലെവലിൽ മൂന്ന് കാര്യങ്ങൾ ചോദിക്കുള്ളൂ പ്രധാനമായിട്ടും. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഒന്ന് ഇൻഡസ്ട്രി, പിന്നെ സാറിൻ്റെ എക്സ്പീരിയൻസ്. അതിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാനൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് കുറച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇന്ത്യയിലുള്ള ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറ്റിയിട്ട് സാറിൻ്റെ അഭിപ്രായം എന്താണ് അവരുടെ, എങ്ങോട്ടേക്കാണ് അവർ പോകാനുള്ള തയ്യാറെടുപ്പ് എന്നുള്ളത് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സാറിൻ്റെ എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും സാറ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഈവൻ സ്റ്റുഡൻസിൻ്റെ, പുറത്തിറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ കപ്പാസിറ്റി എന്താണെന്നുള്ള അറിയാം. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? മെയിൻ സ്ട്രീം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അതായത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ എടുത്ത് ട്രെയിൻ ചെയ്യിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്നത് ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് മാതിരി ഉള്ള ഒരു കോഴ്സാണ്. വിച്ച് ഈസ് ടു ഡു വിത്ത് ഈ ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്ന വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു അജണ്ട ആണ് ബേസിക്കലി മെയിൻ സ്ട്രീമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് സ്റ്റുഡൻസ് കൂടുതലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പ്ലാൻ. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നാസ്കോമിൻ്റെ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യൻ അനിമേഷൻ ഇൻഡസ്ട്രി വളരണമെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് അനിമേറ്റേഴ്സ് വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഇങ്ങനെ ഈ തരം കോഴ്സുകളൊക്കെ. അപ്പോൾ ജനറലി ഈ കോഴ്സുകളെല്ലാം സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് മാറി. ബിക്കോസ് ബേസിക്കായിട്ടുള്ള അനിമേഷനും അനിമേഷൻ സ്കിൽസും അതിൻ്റെ എസ്തെറ്റിക്സും ഒന്നും അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കാരണം സോഫ്റ്റ്വെയർ മാത്രം പഠിപ്പിക്കുകയും ചില കാര്യങ്ങളിലൊക്കെ ചില ടെക്നിക്കൽ ഇത് മാത്രവും കൊടുത്തിട്ടാണ് സ്റ്റുഡൻസിനെ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇൻഡസ്ട്രി ഒരു 5 വർഷം മുമ്പുള്ള ഇൻഡസ്ട്രി അല്ല ഇപ്പോൾ, അതൊക്കെ മാറി. അപ്പോൾ അന്ന് 500 പേര് വേണമായിരുന്നു ഒരു സാധനം ഉണ്ടാക്കാൻ, ഇന്ന് 50 പേര് മതി. അപ്പം സ്കിൽ സെറ്റും കാര്യങ്ങളൊക്കെ മാറി. അപ്പം വലിയ സ്റ്റുഡിയോകൾ ചെറുതായി, ചെറിയ സ്റ്റുഡിയോകൾ സ്പ്ലിൻറ്റേഡായിട്ട് ബൊട്ടീക്ക് സ്റ്റുഡിയോസായി മാറി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പുതിയ ടെക്നോളജി വന്ന കാരണം പഴയ തരത്തിലുള്ള എഡ്യൂക്കേഷൻ തികയാതായി. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ത്രസ്റ്റ് ക്രിയേറ്റീവായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രാജുവേറ്റ്സിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യേണ്ടതും അങ്ങനെയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. അപ്പം ക്രിട്ടിക്കലായിട്ട് ഇന്ത്യൻ അനിമേഷൻ കണ്ടൻറ്റ് ലോകത്ത് സെയിലബിൾ ആവാനും ഇന്ത്യയിൽ സെയിലബിൾ ആവാനും ക്രിട്ടിക്കലായിട്ട് ക്രിയേറ്റീവ് കണ്ടൻറ്റ് തന്നെ വേണം. അത് മറ്റൊരു രാജ്യത്തിൻ്റെയോ മറ്റൊരു കമ്പനിയുടെയോ ബാക്ക് എൻഡ് ചെയ്തിട്ട് ഉണ്ടാവേണ്ടതല്ല. അതിന് വേറെ എക്സാമ്പിൾ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെയാണ് അതിൻ്റെ മേജർ എക്സാമ്പിൾ. തുടക്കം മുതൽ ഇന്ത്യൻ കണ്ടൻറ്റ്, ഇന്ത്യൻ പാട്ടും ഇന്ത്യൻ ഡാൻസും മരത്തിൻ്റെ ചുറ്റും ഓട്ടവും ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ സിനിമ വേൾഡ് സിനിമയിൽ നിന്ന് മാറി നിന്നതും അത് സർവൈവ് ചെയ്യാനുള്ള മേജർ റീസണും അത് ഇന്ത്യൻ കണ്ടൻറ്റ് തന്നെയാണ്. അത് നമ്മൾ മറന്നിട്ടാണ് മറ്റ് കണ്ടൻറ്റുകളിൽ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം അനിമേറ്റേഴ്സിനെ ഇത്രയും കാലം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് മാറി ട്ടുള്ള ചിന്തകൾ ഇപ്പോൾ വന്നു തുടങ്ങി. അപ്പോൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സും പുതിയ കരിക്കുലം ഡിസൈനും ഒക്കെ ഇറ്റ് ഈസ് ഈ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു ട്രെയിനിങ് തന്നെയാണ്. മാത്രമല്ല ഈ ചേഞ്ചിങ് സിനാരിയോ, അതായത് ഡൊമൈൻ ഷിഫ്റ്റ് നടന്നിരിക്കുന്നു. അതായത് ഡിജിറ്റലായി, മൊത്തം ഡിജിറ്റലായി. ഡിജിറ്റൽ ആയത് കാരണം അത് അവിടെ നിന്നില്ല, അതിങ്ങനെ മുമ്പോട്ട് കുതിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ സാധനങ്ങൾ, പുതിയ പുതിയ എക്സ്പീരിയൻസസ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ പോകുമ്പോൾ എഡ്യൂക്കേഷൻ ബിക്കംസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പം ഈ സ്റ്റുഡൻസിനെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഏതൊക്കെ പ്രോബ്ലംസാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ പ്രീഎംപ്റ്റ് ചെയ്ത് ആലോചിച്ച്, അനിമേഷൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ. അനിമേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് സിനിമ പഠിപ്പിക്കണം, ആർട്ടിസ്ട്രി പഠിപ്പിക്കണം, ബേസിക്സ് ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും, എത്തിക്സ് വരെ പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെയാണ് അനിമേഷൻ. ഇപ്പോൾ അനിമേഷൻ മാത്രമല്ല, ആർട്ട് പഠിക്കുന്നതായാലും ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്, സിനിമാറ്റോഗ്രാഫി, ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആണെന്നുള്ളതും ഐസൊലേറ്റഡ് ആയിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഉള്ളത് കാരണം ഇപ്പോൾ തിങ്സ് ആർ ചേഞ്ചിങ്. ചിലപ്പോൾ ഈ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് അടുത്ത് NIT-ലാവട്ടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ടാസി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അവിടെ പോയിട്ട് ഈ പറഞ്ഞ ഈ സ്റ്റുഡൻസിൻ്റെ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇത് ഗ്രാസ്പ് ചെയ്യുന്നു, എത്രത്തോളം ഈ ഫീഡിങ് ഇവരെത്രത്തോളം പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ളതിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ട്? ഞാൻ ചോദിച്ചു വെച്ചാൽ പഴയ ഒരു അനിമേറ്റർ എന്നല്ല, അനിമേറ്റർ പഴയതും പുതിയതും ആവണില്ല, റൈറ്റ്. സാറിന് അങ്ങനെ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഈ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കുറേ ഫേക്ക് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ബിസിനസ് ലെവലിലേക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ടീച്ചിങ്ങിൻ്റെ കുറച്ച് ഡെഫിഷ്യൻസി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കാണാം. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ അനിമേഷൻ വെറും ഒരു സ്കിൽ ടെക്നിക്കായിട്ട് കണ്ടിട്ട് സോഫ്റ്റ്വെയർ ഓപ്പറേഷനിലേക്ക് മാറുന്നു അനിമേഷൻ, വിച്ച് ഈസ് നോട്ട് എ ഗുഡ് തിങ്. അപ്പോൾ അതൊരു ട്രാജഡി ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി ഇൻഡസ്ട്രിയിൽ പോയി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് വേണം തിരിച്ചു വന്ന് പഠിപ്പിക്കാൻ. അല്ലാതെ പഠിപ്പിച്ചാൽ ഇറ്റ് ബിക്കംസ് എ വെരി നാരോ സ്പെക്ട്രം ടു ടീച്ച്. അങ്ങനെ തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ പഠിച്ചിറങ്ങിയ ഉടൻ ടീച്ചിങ്ങിന് വരുന്നത് മറ്റ് സബ്ജക്റ്റുകളിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ അനിമേഷൻ പോലത്തെ ഫിലിം മേക്കിങ്ങിൽ യു നീഡ് ടു ആക്ച്വലി ഡു സം വർക്ക് ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് ദെൻ കം ബാക്ക് ടു ടീച്ച്. അപ്പോൾ ഈ ടീച്ചേഴ്സിനെ പറ്റി ചോദിച്ച ക്വസ്റ്റ്യനിൽ അതാണ് എൻ്റെ ഒരു ആൻസർ. ടീച്ചേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ടീച്ച് നോട്ട് ഓൺലി ഫ്രം ദെയർ എക്സ്പീരിയൻസ് ഓഫ് ലേണിംഗ് ബട്ട് ഓൾസോ ഫ്രം ദെയർ എക്സ്പീരിയൻസ് ഓഫ് ഡൂയിങ്. അവർ ചെയ്തതിൽ നിന്ന് പഠിച്ചത് വേണം അടുത്ത ജനറേഷനെ പഠിപ്പിക്കാൻ. അല്ലാതെ അവർ പഠിച്ചതല്ല, കാര്യം പഠിച്ചതൊക്കെ പോയി, പഠിച്ച കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഇറ്റ് ഈസ് ഹൗ ദേ എക്സ്പീരിയൻസ് ദ ഇൻഡസ്ട്രി വിച്ച് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അത് വേണം നടക്കാൻ. അപ്പം ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സൈൻ എന്ന് വെച്ചാൽ അതാണ്, ദാറ്റ് പീപ്പിൾ ഹാൻഡ് ഓവർ ദ നോളജ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ കമ്മിങ് ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസസ്. മറ്റ് ഹാൻഡിങ് ഓവർ അല്ല, നേരെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്നതല്ല. ടെക്സ്റ്റ് ബുക്ക്, അനിമേഷൻ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ വെരി ബേസിക് തിങ്, ബട്ട് ദ എസ്തെറ്റിക്സ് കീപ് ചേഞ്ചിങ്. അത് നമ്മൾ എക്സ്പീരിയൻസ് കൂടെ തന്നെ അത് വരണം. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഈ അനിമേഷൻ ചെയ്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഇൻറ്ററാക്റ്റീവ് ഗെയിമിങ്ങിലും ഇതിലുമൊക്കെ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഈ പഠിച്ചത് പുതിയ ആപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യവും ഇൻറ്റൻഷനും നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കണം. പുതിയ ടീച്ചേഴ്സ് പുതിയ സ്റ്റുഡൻസിന് കൊടുക്കണം. അതുപോലെ തന്നെ ഈ സിനിമയെ പറ്റിയിട്ട് പറയുമ്പോൾ, സിനിമ അനിമേഷൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അനിമേറ്റ് ചെയ്യാൻ മാത്രമല്ല സിനിമയെ പറ്റിയിട്ട് പഠിക്കാറുള്ളൂ. വളരെ നല്ലൊരു പോയിൻ്റാണ് സാർ പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഈ ഡ്രോയിങ് എന്ന് പറയുന്നത്, അപ്പോൾ ഡ്രോയിങ് ഞാൻ പലപ്പോഴും എൻ്റെ വിശ്വാസം, അതായത് അത്യാവശ്യം അവനവൻ്റെ പേര് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ എഴുതുകയാണെങ്കിൽ അതുപോലും ക്യാരക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പേര് എഴുതാൻ അറിയണ നല്ല അത്യാവശ്യം കുറച്ച് ലൈൻസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ് ആവാം, മേ ബി ഒരു ക്യാരക്ടർ ആവാം. പലർക്കും ഒരു പേടിയുണ്ട്, ഞാനിപ്പം വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യണോ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ ഹാർഡായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ അത്ര ഭംഗിയായിട്ടൊന്നും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആനിമേഷന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ ഡ്രോയിങ്സും അനിമേഷനും ഒക്കെ ആയിട്ടുള്ള.
ആർട്ട് ഹിസ്റ്ററിയിലൊക്കെ നോക്കിയാൽ ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം ആർട്ട് ഹിസ്റ്ററിയിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാവരും ഡാവിഞ്ചിയെ പോലെ വരച്ചിരുന്നില്ല, പലതും പല തരത്തിലുള്ള. പക്ഷെ അതല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് വാട്ട് ഈസ് ബീയിങ് എക്സ്പ്രെസ്ഡ്. ആനിമേഷനിലാവുമ്പോൾ അത് ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഡിസ്നിയുടെ ആനിമേഷൻ വളരെ ഫ്ലൂയിഡും, ഡിസ്നി ജീവിച്ചിരുന്ന ബൈ വർക്സിൻ്റെയും അവരുടെയൊക്കെ വളരെ ഫ്ലൂയിഡും വളരെ എൻ്റർടൈനിങ്ങും വളരെ ബ്യൂട്ടിഫുള്ളും വളരെ ക്യൂട്ടും ഒക്കെയാണ്. അതേപോലെ തന്നെ ഇതൊന്നും ട്രെയിനിങ് ഇല്ലാതെ സിനിമ ഒരു വെപ്പണായിട്ട് ഉപയോഗിച്ച ഈസ്റ്റേൺ യൂറോപ്പിലെ അനിമേഷൻ കാണുകയാണെങ്കിൽ ദേ ഓൾസോ ഹാവ് ദർ ഓൺ സ്ട്രെങ്സ്. അത്ര പെർഫെക്റ്റ് അല്ലായിരിക്കും അനിമേഷൻ, പക്ഷേ അവർ പറയുന്ന മെസ്സേജും ആ മെസ്സേജിൻ്റെ റീച്ചും ഈക്വലി സ്ട്രോങ്ങർ ആസ് സ്ട്രോങ് ആസ് എനി അതർ തിങ്. അപ്പോൾ സാഗ്രബ്, പോളിഷ് അനിമേഷൻ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഫൈൻ ആർട്ട് ഹിസ്റ്ററിയിൽ നമ്മൾ നൈവ് ആർട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഹെൻറി റോസോ എന്ന് പറയുന്ന പെയിൻറ്റർ നൈവ് എന്ന് വെച്ചാൽ നൈവായിട്ടുള്ള ആർട്ട്, വിച്ച് ഈസ് ചൈൽഡ്സ് ആർട്ട്, വിച്ച് ഈസ് നോട്ട് എഡ്യൂക്കേറ്റഡ്. അത് വെച്ചിട്ടാണ് അയാൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അയാൾക്ക് ഭംഗിയായിട്ട് വരയ്ക്കണമെന്നൊന്നും താല്പര്യമില്ല. വാൻ ഗോഗിൻ്റെ കാര്യമായിരുന്നല്ലോ, അയാൾ 35-ാമത്തെ വയസ്സിലാണ് പഠിക്കുന്നത് തന്നെ വരയ്ക്കാൻ, 32-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബട്ട് വാട്ട് ഹീ സെഡ് ഇസ് ഫാർ മോർ റീച്ചിങ് ദാൻ എനിത്തിങ് എൽസ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ 20-ാം നൂറ്റാണ്ടിൽ ട്രൈ ചെയ്തതും അതാണ്. അവർ ഈ പഴയ അക്കാഡമിക് ആർട്ടിൽ നിന്ന് മാറി ഒരു കുഞ്ഞിനെ പോലെ വരയ്ക്കാൻ പറ്റുന്നതാണ് അവർ അറ്റംപ്റ്റ് ചെയ്തത്. അനിമേഷനും അങ്ങനെയാണ്. നമുക്ക് എത്രയും നന്നായിട്ട് വരയ്ക്കണമെന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഈ അനിമേഷൻ, ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എത്രയും നന്നായിട്ട് പറയാൻ പറ്റുന്നു എന്നാണ് അതിൻ്റെ. അപ്പം കഥ എങ്ങനെ പറയുന്നു എന്നാണ് അതിൻ്റെ സ്ട്രെങ്ത്, അല്ലാതെ കഥയുടെ സ്ട്രെങ്ത് അല്ല. ദ ടെയിൽ ഈസ് ഇൻ ഇറ്റ്സ് ടെല്ലിങ്. നമ്മൾ കഥ പറയുന്ന രീതിയാണ് കഥ, അതല്ലാതെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പം ഈ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് 3-4 ലൈൻ വെച്ച് നമുക്ക് പറയാം. അപ്പോൾ അതല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു ഇത്. അല്ലാതെ ഇന്ന രീതിയിൽ വരയ്ക്കണം, അല്ലാതെ ഇങ്ങനെ ഉരുണ്ട ഷേപ്പുകൾ വരയ്ക്കണം, ഡിസ്നി കാർട്ടൂൺ പോലെ വരയ്ക്കണം. ഇതൊക്കെ ഒരു 50കളിലുണ്ടായ ഒരു മിസ്റ്റേക്കാണ് ഇന്ത്യയിൽ. അല്ലെങ്കിൽ ഇന്ത്യൻ അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റൈൽ വുഡ് ഹവ് കം ബൈ നൗ. അതിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ജപ്പാനൊരു ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റൈലുണ്ട്, കൊറിയയ്ക്കൊരു ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റൈലുണ്ട്, യൂറോപ്പിന് മച്ച് ഓഫ് യൂറോപ്പ് ഹാസ് ഫ്രഞ്ച് അനിമേഷൻ നോക്കിയാൽ കണ്ടാൽ അറിയാം അത് ഫ്രഞ്ചാണെന്ന്. അങ്ങനെ എല്ലാ ചൈനീസ് അനിമേഷൻ വെരി വെരി സ്ട്രോങ് ഐഡൻറ്റിറ്റി ഹാസ് ഓൾറെഡി റീച്ച്. പക്ഷെ നമ്മൾ വി ട്രൈ ടു ട്രാൻസ്ലേറ്റ് നമ്മുടെ സ്റ്റോറീസും നമ്മുടെ ക്യാരക്ടേഴ്സും ഒക്കെ ഈ ഡിസ്നി പോലുള്ള അമേരിക്കൻ ഐക്കൺസുമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരു ഇന്ത്യൻ ക്യാരക്ടറിനെ എടുത്ത് ഉരുണ്ട ഷേപ്പിലാക്കി ഡൊണാൾഡ് ഡക്കിനെ പോലെയോ അതുപോലെയൊക്കെ ആക്കി. അപ്പോൾ അത് നമ്മൾ ലൂസ് ചെയ്തത് നമ്മുടെ തന്നെ ഒറിജിനൽ സാധനമാണ്. ബേസിക് എനിക്കിവിടെ ഒരു ഇൻഫർമേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ബേസിക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇവർക്കൊക്കെ അത്യാവശ്യം ആദ്യം കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാനോ ഈ പറഞ്ഞ ഡിസ്നിയുടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആനിമേഷനും ഇപ്പം ഞാനൊക്കെ പഠിപ്പിക്കുന്ന ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആനിമേഷൻ മൂവീസ് ആൻഡ് ഷോർട്ട് ഫിലിംസ് ആൻഡ് എവറിത്തിങ് ഐ എം ഷോയിങ് ടു ദം. അപ്പോൾ ഇതിൽ ഈ ബേസിക് പഠിപ്പിക്കുന്ന സമയത്ത് അപ്പം പ്രസൻറ്റ് ബ്ലെയർ എന്നുള്ളൊരു മാസ്റ്റർ, പ്രസൻറ്റ് ബ്ലെയറിൻ്റെ ബുക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ല, പ്രസൻറ്റ് ബ്ലെയർ ഈ ഡിസ്നി അനിമേഷനാണ്. ഇത് വളരെ ക്രിട്ടിക്കലായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇതൊക്കെയാണ് എൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് ജനറലി ദേ സെഡ് ഇറ്റ്. അതിനെ കവിഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു മെത്തേഡ് ഓഫ് ലേണിങ്ങിനില്ല. ദിസ് ഈസ് വേ ഹൗ ഇറ്റ് ഈസ്, ദിസ് ഈസ് ദ വേ ഹൗ വി ഡ്രോ ഇറ്റ് എന്നുള്ള കാര്യം അവർ പറഞ്ഞതെന്നല്ലാതെ it need not be completely followed. That is how it is taken. That's why President Blair is very important. The reason President Blair is important is not because he exhibited this style, because he spoke of this technique. He used this style to say it. അത്രേ ഉള്ളൂ. അപ്പോൾ പ്രസിഡന്റ് ബ്ലെയറിൽ നിന്ന് പഠിച്ചിട്ടാണല്ലോ പല തരത്തിലുള്ള അനിമേഷനും ഉണ്ടായിരിക്കും. പ്രസിഡന്റ് ബ്ലെയർ അല്ലാതെ
ഈ ഡിസ്നിയിൽ തന്നെ 9 മാസ്റ്റർ ഉബായ് വർക്ക്സ് ഇവരുടെ നിന്നൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കനേഡിയൻ ആനിമേഷനും യൂറോപ്യൻ ആനിമേഷനും ഒക്കെ ഇവോൾവ് ചെയ്തിരിക്കുന്നത്. ഒരു ബേസിക്, അതായത് ഈ കാര്യങ്ങൾ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എക്സ്പീരിമെൻസിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്യുകയാണെന്നുള്ളത്. സ്റ്റുഡൻസ് കുറേ കൂടെ ക്രിയേറ്റീവ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിലേക്ക് വേണം എന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? ഇതാണ്. അടുത്തിപ്പം ഇവർക്കിപ്പം ഈ സ്റ്റുഡൻസിന് പറയാനായിട്ട്, അതായത് ആനിമേഷൻ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, സാറിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാമോ? അവർ എങ്ങനെ ഞാനൊക്കെ വെച്ചാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പം ട്രെയിനിങ്, അങ്ങനത്തെ ട്രെയിനിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ജനറേഷനാണോ എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് എനിക്കറിയില്ല. അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് ചെയ്യാൻ ഉണ്ടാവും ഇപ്പോഴത്തെ ഈ ആനിമേഷൻ സ്റ്റുഡൻസിന്? ഇപ്പോഴത്തെ സ്റ്റുഡൻസും അപ്പോഴത്തെ സ്റ്റുഡൻസും ഒക്കെ ജനറലി ദേ ആർ സ്റ്റുഡൻസ്, ദേ ഷുഡ് ലേൺ. Ideally they should learn from their teachers and from the experience they get. പക്ഷേ ഞാൻ കുറ്റം പറയല്ല പുതിയ ആൾക്കാരെ. പഴയ ആൾക്കാർക്ക് വായന കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. ഇപ്പോൾ അധികം പിള്ളേരൊന്നും വായനയില്ല. പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ അന്ന് മനസ്സിലാക്കിയിരുന്നത് ഒരു 4-5 ബുക്കൊക്കെ വായിച്ചിട്ടാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ 4-5 ബുക്കിലിരിക്കുന്ന സാധനം കൂടെ നമ്മളുടെ അകത്ത് പോയി. ഇപ്പോൾ ഒരു അക്ഷരത്തിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ മീനിങ് കാണണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടും. അത് മാത്രമേ കിട്ടുന്നുള്ളൂ. ബട്ട് വാട്ട് വി ഗെയിൻഡ് ആസ് ഇൻ എക്സ്പീരിയൻസ് ആൻഡ് ആസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ വൈഡറായിരുന്നു. അത് നല്ലതാണ്. പക്ഷെ നമ്മൾ അന്ന് പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സും ഇത് തന്നെയായിരുന്നു ഫോളോ ചെയ്തത്. അപ്പോൾ ദേ ഹാഡ് ദെയർ ഓൺ understanding of these things. പക്ഷേ ഇപ്പോൾ വരുന്തോറും എവറിത്തിങ് ഈസ് റെഡിമെയ്ഡ്, എവറിത്തിങ് ഈസ്, ഓൾ ദ ഇൻഫർമേഷൻ ഇസ് ദെയർ. ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഗുഡ് ആക്ച്വലി. ബട്ട് ദ ക്വസ്റ്റ് എന്ന് വെച്ചാൽ 2-3 ദിവസം ഇരുന്നാലേ ഇത് കിട്ടുള്ളൂ, മനസ്സിലാവുള്ളൂ എന്നുള്ള ഒരു ഇത് അങ്ങ് പോയി. ഇത് പെട്ടെന്ന് റെഡിമെയ്ഡായിട്ട് സാധനങ്ങൾ കിട്ടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ഈസ് നോട്ട് ബാഡ്, ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദ സിവിയറിറ്റി in which certain things were learned, അതിൻ്റെ സിവിയർനെസ് പോയി. അപ്പോൾ ഇത് ഒരു കുറച്ചുകൂടി ഒരു എളുപ്പമായി. ദർ ഇസ് ഓൾസോ ദിസ് തിങ് ഓഫ് ഓരോ ജനറേഷൻ പോകുന്തോറും ഇൻഡിഫറൻസ് കൂടിക്കൂടിയാണ് വരുന്നത്, വിച്ച് ഈസ് വെരി നോർമൽ. നമ്മുടെ പേരൻസിനെക്കാളും കൂടുതൽ ഇൻഡിഫറൻ്റായി, നമ്മുടെ മക്കൾ നമ്മളെക്കാളും ഇൻഡിഫറൻ്റായി. അങ്ങനെ ഇൻഡിഫറൻസ് കൂടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് യൂണിവേഴ്സൽ. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ ഈ ഒരു ഇൻഡിഫറൻസ് കാരണം മച്ച് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സഫറിങ്, യുനോ. എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ മെനി ഓഫ് ദീസ് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ലാൻഡ് അപ്പ് ഇൻ IT companies when they should be building bridges and roads. They are sitting and doing back-end stuff for American companies, which is not a good thing, but they are indifferent to it. They are making money, so it's fine. So these are decisions that younger people should make on their own. They will do it, they will make it because it is happening. People are getting aware of things. ഈ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ എഡ്യൂക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ എംപതി. യു ഹാവ് ടു എംപതൈസ്. ഓൺലി ദെൻ ക്യാൻ യു ഡിസൈൻ ഫോർ സംബഡി എൽസ്. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഐ നീഡ് ടു ഡിസൈൻ സംതിങ് ഫോർ യു, ഐ നീഡ് ടു എംപതൈസ് വിത്ത് യുവർ സിറ്റുവേഷൻ. ആ എംപതി പോയാൽ പിന്നെ വാട്ട് ഡിസൈൻ ഇസ് ദെയർ? ഇറ്റ് ബിക്കംസ് എ സ്റ്റൈൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രക്സാണ് ഇപ്പോൾ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു articulate it, teach with a more holistic thing. നാരോ ആയിട്ട് അനിമേഷൻ മാത്രം പഠിപ്പിക്കുന്ന കാലം പോയി. സിനിമയായിട്ട് പഠിപ്പിക്കണം, തിയേറ്ററുമായിട്ട് പഠിപ്പിക്കണം, ഡാൻസുമായിട്ട് പഠിപ്പിക്കണം, മ്യൂസിക്, സയൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു വേൾഡിലാണ് അവർ പോകുന്നത്. അപ്പോൾ സോ യുനോ ടെക്നോളജി സിലോസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ സംഭവം. സിലോസ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ technology demolished it. So what happens is the knowledge that each department held for itself is no longer theirs, it's everybody's. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസ് എടുക്കണം.
പൊതുവെ ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡ്രോയിങ്ങിൻ്റെ കാര്യം നേരത്തെ പറയില്ല, ഇപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരു ഡ്രോയിങ് ആയിട്ടല്ല കാണേണ്ടത്, അത് ഒബ്സർവ് ചെയ്യാണ്, അതെന്താണത്, അതിൻ്റെ പർപ്പസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. അപ്പം എന്തുകൊണ്ടും എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ ഈ ഡ്രോയിങ്സിൻ്റെ സൈഡിലൂടെ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് ഹെൽപ്ഫുള്ളായിരിക്കും ആർട്ടിസ്റ്റിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഇൻഗ്രെയിൻഡ് ഇൻ ടു എഡ്യൂക്കേഷൻ, not only for animation, for cinema, for photography, everything to do with images. Thank you, sir.